എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാഡ് കമൻറ്റ് എഴുതുന്ന ചിലരെ കുറിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പൊതുവേ ഏത് ചാനലിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാലും ചില ഞരമ്പുകൾ ഉണ്ട്. അത് ആണായാലും പെണ്ണായാലും ഉണ്ട്, രണ്ട് വിഭാഗത്തിലും ഉണ്ട്. അതായത് അവർക്കുള്ള ഒരു താല്പര്യം എന്ന് വെച്ചാൽ തെറിയാണ്, തെറി. അപ്പോൾ പുഴുത്ത തെറി, അത് ആ ഒരു തെറി മറ്റുള്ളവരെ എത്രമാത്രം ഡൗൺ ആക്കുമോ അതാണ് അവർക്ക് ആവശ്യവും. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ദാസ് കോഴിക്കോടും അതുപോലെ തന്നെ രേണു സുധി എന്ന് പറയാൻ തോന്നുന്നില്ല, എന്തായാലും രേണുവും കൂടിയുള്ള റീൽസുകളും ആൽബങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അവർ ഇപ്പോൾ ഒരുപാട് നല്ല വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വൈറലാവുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ ചില സമയത്തുള്ള വീഡിയോകളും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് അരോചകമൊക്കെ തോന്നാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ എന്ന് കരുതി അവരെ തീരെ അങ്ങ് താറടിച്ച് കാണിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പലപ്പോഴും നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, നടു റോഡിൽ കിടന്ന് രണ്ടും കൂടി റീൽസ് ചെയ്യുന്നു. ഒരു ബൈക്ക് യാത്രികൻ വന്നിട്ട് അവരെ അതിന് തടയുന്നു, വഴക്ക് പറയുന്നു. പക്ഷേ ഇത് ഇവർ വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടേത്. പബ്ലിസിറ്റി, നെഗറ്റീവ് പബ്ലിസിറ്റി എങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ഇവർ മാത്രമല്ല, സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് അത്തരക്കാർ. അവർക്ക് നാണവും മാനവും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ അല്ലേ. അപ്പോൾ ഇതൊന്നുമല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് കമൻ്റ് ഇടാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില അലവലാദികളെ കുറിച്ചിട്ട് തന്നെയാണ് പറയാനായിട്ട് വന്നിരിക്കുന്നത്. കാരണം കമൻ്റ് ഇടുന്നതിനൊക്കെ എന്തുവാടെ മര്യാദയില്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിലൊന്നും പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തവരാണോ നിങ്ങൾ? അച്ഛനും അമ്മയും സഹോദരങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണോ നിങ്ങൾ? കമൻ്റ് ഇടുന്നതിനൊക്കെ വേണ്ടേ ചില മര്യാദയൊക്കെ. ഇപ്പോൾ ദാസ് കോഴിക്കോട് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദാസേട്ടൻ കോഴിക്കോട് എന്ന് വിളിക്കുന്ന ആ ഒരു ആളാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ ഒരു കേസിന് പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് 100% ശരിയെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കമൻ്റ് ഇടാം. ഇപ്പോൾ രേണുവിനെ ഇഷ്ടമല്ലാത്തവർക്ക് രേണുവിന് ഓപ്പോസിറ്റായിട്ട് കമൻ്റ് ഇടാം. പക്ഷേ ആ കമൻറ്റുകൾക്കും വേണം മര്യാദ. ഇപ്പോൾ ദാസിനെ ഇഷ്ടമല്ലാത്തവർക്ക് ദാസിന് ഇഷ്ടമല്ലാത്തവർക്ക് അദ്ദേഹത്തിനെ നെഗറ്റീവാക്കി കമൻ്റ് ഇട്ടുള്ളൂ. പക്ഷേ കമൻ്റ് ഇടുന്നത് ഇപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇടില്ല. നെഗറ്റീവായിട്ട് ഇടുന്നവരുമുണ്ട്, പോസിറ്റീവായിട്ട് ഇടുന്നവരുമുണ്ട്. നമ്മൾ അതിനെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതുപോലെ ഇരിക്കും. ഇപ്പോൾ എന്നെ വന്നിട്ട് നെഗറ്റീവ് കമൻ്റൊക്കെ ഇട്ടാൽ ഞാനതിന് യോജിച്ച മറുപടി കൊടുക്കും. പക്ഷേ എന്നെ തെറി വിളിക്കുകയാണെങ്കിൽ അതിനപ്പുറം മറുപടി ഞാനും കൊടുക്കും. അത്തരത്തിലാണ് കാര്യങ്ങൾ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് പറയാൻ പാടില്ല. ഒരാൾ വന്നിട്ട് കമൻ്റ് ഇട്ടത്, ഒരു കമൻ്റോളി വന്ന് കമൻ്റ് ഇട്ട ആ ഒരു കമൻ്റാണ് ഇപ്പോൾ ഇവിടെ വൈറലായിരിക്കുന്നത്. വൈറലായി എന്ന് മാത്രമല്ല, അത് നമ്മുടെ ദാസേട്ടനെ ഒരുപാട് അയാളെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അയാൾ അതിന് നിയമസഹായം തേടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ കമൻ്റ് ഇട്ടത് ആരായിരുന്നാലും അവർക്ക് നല്ല പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. പണിഷ്മെൻറ്റിനൊപ്പം പോലീസുകാരുടെ കയ്യിൽ നിന്ന് നല്ല മുട്ടനിടി കൊള്ളാനും ചാൻസ് ഉണ്ട്. 100% ചാൻസ് ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കമൻ്റ് ഇടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ വന്ന് കമൻ്റ് ഇട്ടു എന്ന് വെച്ചാൽ, തെറി കമൻ്റ് ഇട്ടെന്ന് വെച്ചാലോ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ കമൻ്റ് ഇട്ടെന്ന് വെച്ചാലോ, നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങളെ ഇന്ന് കണ്ടെത്താനായിട്ട് വലിയ പാടൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. പണ്ടത്തെ പോലെ ഇരുട്ടിൽ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. കമൻ്റ് ഇടുന്നവരെയൊക്കെ ആ നിമിഷം തന്നെ അവർക്ക് കൈയോടെ പൊക്കാൻ പറ്റും. അതുകൊണ്ട് കമൻ്റ് ഇടുന്നവരൊക്കെ ഒന്ന് ജാഗരൂകരായിട്ടിരുന്നാൽ, അങ്ങനെ തന്നെ എന്തോ പറയുന്നത്, എന്തായാലും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇപ്പോൾ സംഭവം ഈ ദാസ് കോഴിക്കോടിന് ഇത്രയും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തോളം ആളൊരു ഒരു ശാന്ത സ്വഭാവമുള്ള വ്യക്തിയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ പല റീൽസിലും അയാളുടെ വർത്തമാനമൊക്കെ കേട്ടാൽ വളരെ ക്യൂട്ടായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണെന്നാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം അത്രയേറെ പ്രൊവോക്ഡായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ ആ ഒരു സംസാരത്തിലും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം വർത്തമാനം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വൈറൽ
സംഭവം അതെന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം നിയമപ്രകാരം പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് നിങ്ങളോട് മാനസികമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനത് തുറന്ന് പറയില്ല. പക്ഷേ ആ കമൻറ്റിൽ ഇദ്ദേഹത്തിന് വന്ന ആ ഒരു കമൻറ്റ് ഞാൻ തംബ്നെയിലിൽ വയ്ക്കാം. അപ്പോൾ എന്തായാലും ഇദ്ദേഹം പറയുന്ന കേൾക്കൂ. ഒരു നിമിഷം. നമസ്കാരം. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നവരാണ്. ഒന്നിനോടും ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല. പക്ഷേ സഭ്യത ലംഘിച്ച ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും. എന്നെ മനസ്സിലാക്കുന്നവർക്ക് എന്നെ അറിയാം. എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് ഇടുന്നു എനിക്കറിയില്ല. ഒരുപാട് ആളുകൾ കൂടെ വീഡിയോ ചെയ്ത ആളായിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്കില്ല. സന്തോഷം. ഇതാണ് ആ കമൻറ്റ്. പക്ഷേ ആ ഒരു കമൻറ്റ് ഇങ്ങനെ കാണിച്ചു തന്നാലേ നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല. ഈ കമൻറ്റ് എന്താണെന്ന് ഞാൻ തംബ്നെയിലിൽ വച്ചേക്കാം. അല്ലാണ്ട് ഈ ഒരു കമൻറ്റിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും മോശം. അത്രയും വൃത്തികെട്ട കാര്യമാണ് ഇദ്ദേഹം കമൻറ്റിൽ ഇട്ടിരിക്കുന്നത്. ഒരു സ്ത്രീത്വത്തെ, ഇപ്പോൾ രേണു സുധിയെ നിങ്ങൾക്കാർക്കും ചിലപ്പോൾ ഇഷ്ടമാവില്ലായിരിക്കും. ഇഷ്ടമുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ അവരുടെ സ്ത്രീത്വത്തെ ഇത്രയേറെ അപമാനിക്കുന്ന, അതും ഈ ദാസ് എന്ന് പറയുന്ന ഈ മനുഷ്യനെയും രേണുവിനെയും പറ്റിയിട്ട് അത്രയേറെ വൾഗാരിറ്റിയിൽ, അതും പബ്ലിക്കായിട്ട് പച്ചയ്ക്ക് കമൻറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ ഈ കമൻറ്റ് ചെയ്തവന് എത്ര നിലവാരമുണ്ടെന്നുള്ളതാണ്. എത്രത്തോളം നിലവാരമുണ്ട് ഇയാളുടെ പേര് ഞാൻ നോക്കട്ടെ. അയാളുടെ പേര് ഇതിനകത്ത് വിനു എന്നാണ് ഇത് ഈ പേര് കാണിച്ചിരിക്കുന്നത് കേട്ടോ. റീപ്ലേയിങ് ടു വിനു സെബാസ്റ്റ്യൻ ആണ്. അപ്പോൾ ബിനു സെബാസ്റ്റ്യൻ ഉണ്ട തിന്നാൻ തയ്യാറായി ഇരുന്നോളൂ. ഉണ്ടയല്ല യഥാർത്ഥത്തിൽ ഇപ്പം തിന്നുന്നത്. ഇപ്പോൾ ഉണ്ട തിന്നാൻ തരുന്ന അത്രയും കാലമൊന്നും കിടക്കേണ്ടി വരില്ല. എന്തായാലും ഇതൊരു കമൻറ്റിട്ട കേസല്ലേ, അതുകൊണ്ട് ഒരുപാട് നാളൊന്നും ജയിലിലൊന്നും കിടക്കേണ്ടി വരില്ല. പക്ഷെ നല്ല ബെറ്റർ ആയിട്ടുള്ള അടി കിട്ടും പോലീസുകാരിൽ നിന്ന്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ബിനു സെബാസ്റ്റ്യൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിൽ കരുതിക്കോ, നിനക്ക് നല്ല വൃത്തിക്ക് ലാത്തിയുടെയും ചൂരലിൻ്റെയും രുചി എന്താണെന്നായിരിക്കും. നീ ചില സംഭവങ്ങളുടെ രുചിയെ പറ്റിയിട്ടൊക്കെ ആണല്ലോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്, കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും അതിന് വിപരീതമായിട്ട് ലാത്തിയുടെയും ചൂരലിൻ്റെയും രുചി എന്താണെന്ന് നീ അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് ബിനു സെബാസ്റ്റ്യനോട് കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും മോശമായ രീതിയിൽ കമൻ്റ് ഇട്ട നിൻ്റെ വീട്ടിൽ നിനക്ക് അമ്മയില്ലേടാ? നിൻ്റെ വീട്ടിൽ നിനക്ക് പെങ്ങന്മാരാരുമില്ലേ? അത് നിനക്കൊരു ഭാര്യയില്ലേ, കുഞ്ഞുങ്ങളില്ലേ? നീ എന്താ ഏകനാണോ? നിന്നെ എന്താ ആകാശത്ത് നിന്ന് നേരെ ഇങ്ങനെ പൊട്ടി വീണതാണോ നീ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടാനായിട്ട്? നിനക്ക് ചുറ്റും സമൂഹമില്ലേ? നീ ഒരു സ്ത്രീകളുമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയല്ലേ? നിനക്ക് നാണം ഉണ്ടോടോ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ ഇടാനായിട്ട്? ബിനു സെബാസ്റ്റ്യ കിട്ടിക്കോളും. പോലീസുകാർ നിനക്ക് നന്നായിട്ട് തരും കേട്ടോ. അതെന്തായാലും ബിനു വാങ്ങിച്ച് വെക്കാനായിട്ട് തയ്യാറെടുത്തോളൂ. ഇത്രയും ലേശമായിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടേ ഇല്ല. അടുത്ത കാലത്തെന്നല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. അല്ലാതെ പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വൃത്തികെട്ട കമൻറ്റ്. അപ്പോൾ എന്തായാലും കമൻ്റ് ഇടുന്നവർ ഒന്ന് കരുതിയിരിക്കുക. നിങ്ങളിടുന്ന കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നല്ല വൃത്തിക്ക് കേസ് ഫയൽ ചെയ്യാനും നിങ്ങളെ പൊക്കാനുമുള്ള എല്ലാ ഇതുമുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ എന്ത് തോന്നിയാസങ്ങളും വന്ന് കമൻറ്റിട്ട് പോവാമെന്ന് ആരും കരുതരുത് മക്കളെ. അത് നിങ്ങൾക്ക് പണി കിട്ടും. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. പിന്നെ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും ബായ്.